ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് സ്ത്രീകളിലെ ഹെയർ ലോസ് അതിന്റെ കാരണങ്ങൾ നോക്കാം. സ്ത്രീകളിലും പുരുഷന്മാരിലും ഹെയർ ലോസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ സ്ത്രീകളിൽ പ്രത്യേകിച്ചും ഹെയർ ലോസിന് പ്രത്യേക കാരണങ്ങളുണ്ട്. അവയും പരിശോധിക്കാം. കോമൺ ആയിട്ടുള്ളവയും നോക്കാം. ഇതിന്റെ പരിഹാര മാർഗങ്ങളും പറയാം. സ്ത്രീകളിലെ ഹെയർ ലോസ് പ്രത്യേകിച്ചും പുരുഷ ഹോർമോണും സ്ത്രീ ഹോർമോണും നമ്മുടെ ശരീരത്തിൽ അസന്തുലിതാവസ്ഥയിൽ കാണപ്പെടുന്നത് കൊണ്ട് വരാം. തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ കൊണ്ടുവരാം. അതുപോലെ സ്ത്രീകളിൽ PCOS എന്ന അസുഖം ഉള്ളത് കൊണ്ട് വരാം. ഇങ്ങനെ കുറെ കാര്യങ്ങൾ സ്ത്രീകളിൽ മാത്രമായിട്ട് കാണപ്പെടുന്നവയാണ്. നമുക്ക് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം നോക്കാം. അത് ഏറ്റവും പ്രധാനം നമ്മുടെ ഭക്ഷണമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അസന്തുലിതാവസ്ഥയുണ്ടെങ്കിൽ, അത് ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ഹെയർ ലോസിന് കാരണമാകാം. കാരണം മുടിയുടെ വളർച്ചയ്ക്ക് ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ ആവശ്യമുണ്ട്, പ്രത്യേകിച്ച് വൈറ്റമിൻ D പോലുള്ളവ. അപ്പോൾ ഇവയൊന്നും ലഭ്യമല്ലെങ്കിൽ, സിങ്ക് പോലുള്ള ഇലമെന്റ്സ്, സെലിനിയം, ഇവയൊന്നും നമുക്ക് ലഭ്യമല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ തീർച്ചയായിട്ടും ഉണ്ടാവാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ ഭക്ഷണം കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഹെയർ ലോസ് ഡയറ്റിനെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഹെറിറ്റേജിന് വേണ്ടിയിട്ടും അതുപോലെ സയാംസറിന് വേണ്ടിയിട്ടും ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം കൂടുതൽ വിവരങ്ങൾക്ക്. ഇന്ന് നമ്മൾ സ്ത്രീകളിലെ ഹെയർ ലോസിനെ കുറിച്ച് എക്സ്ക്ലൂസീവ് ആയിട്ടാണ് പറയുന്നത്. സ്ത്രീകളിലെ ഹെയർ ലോസിന് കോമൺ ആയിട്ടുള്ള ഇത്തരം ഡയറ്ററി കോസസ് ഉണ്ടെങ്കിൽ പോലും, ഭക്ഷണ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും, അതുകൂടാതെ ഉറക്കമില്ലായ്മ, അത് വേറൊരു കാര്യമാണ്. പിന്നെ പെട്ടെന്ന് വരുന്ന പനികളും ഇൻഫെക്ഷൻസും, ഇതൊക്കെ കോമൺ ആയിട്ട് പുരുഷന്മാരിലും ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതിനൊക്കെ ശേഷം ഹെയർ ലോസ് ഉണ്ടാവും. അതൊരു ടീലോജൻ എഫ്ലൂവിയം എന്നൊരു കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. വളരെ കോമൺ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഒരു 6 മുതൽ 9 മാസം കൊണ്ട് നമ്മുടെ ബോഡി അതിൽ നിന്നും റിക്കവർ ആവും. പക്ഷെ ആ സമയത്ത് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് കൊടുക്കുക, പ്രോപ്പർ റെസ്റ്റ് എടുക്കുക, നല്ല ഉറക്കം ഉണ്ടാവുക, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് മുടികൊഴിച്ചിൽ നിന്നും. ഈ ടൈപ്പ് മുടികൊഴിച്ചിൽ നിന്നും നമുക്കൊരു മുക്തി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഹെയർ ലോസ് ആണോ ചോദിച്ചാൽ ആണ്. നമുക്ക് ഏത് ടൈപ്പ് ഹെയർ ലോസ് വന്നു കഴിഞ്ഞാലും അതൊരു പ്രശ്നം തന്നെയാണ്. പലർക്കും ടെൻഷനാണ്. ഇപ്പോൾ ഓവർ സ്ട്രെസ് നമുക്ക് വന്നു കഴിഞ്ഞാലും ഹെയർ ലോസ് വരാം. അപ്പോൾ അതും നമ്മൾക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കേണ്ട ഒരു കാര്യമുണ്ട്. 9 മാസം വരെ വെയിറ്റ് ചെയ്യുവാൻ പലർക്കും ബുദ്ധിമുട്ടാണ്, പലർക്കും അതൊരു വിഷമം തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മൾ നല്ലൊരു ഡയറ്റ് കൊടുക്കുക, നല്ലൊരു ഡയറ്റ് പ്ലാൻ, ഹെയർ ലോസിന് പറ്റിയ ഡയറ്റ് പ്ലാൻ എടുക്കുക. ഹെയർ ലോസ് ഡയറ്റ് തന്നെ മറ്റു വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഹെയർ ലോസ് ഡയറ്റിനെ കുറിച്ച്, അത് കാണുക. അപ്പോൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റിൽ വൈറ്റമിൻ D ഉൾപ്പെടെ എല്ലാം ഉണ്ടാവണം. വൈറ്റമിൻ D ഫുഡിലൂടെയും സൺലൈറ്റിലൂടെയും കിട്ടണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മുടിക്ക് വൈറ്റമിൻ D. അതുകൂടാതെ സെലിനിയം പോലുള്ള മിനറൽസ്, പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നട്ട്സും സീഡ്സും ഒക്കെ ഉൾപ്പെടുത്തുക. പ്രോട്ടീൻ ധാരാളമായിട്ട് വേണം. ഒരു 1 gram per kilogram per body weight ഡെയിലി പ്രോട്ടീൻ കിട്ടണം. എങ്കിൽ മാത്രമേ മുടിയുടെ ആരോഗ്യം നിലനിൽക്കുകയുള്ളൂ. മുടിയുടെ സ്ട്രെങ്ത്തിന്റെ പ്രധാന കാരണം പ്രോട്ടീൻ തന്നെയാണ്. വൈറ്റമിൻ C വേണം, അയൺ കിട്ടണം. ഇതൊക്കെ മുടിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനറൽസും വൈറ്റമിൻസും ഒക്കെയാണ്. അപ്പൊ അത് ആദ്യം എൻഷുർ ചെയ്യുക, സ്ത്രീകളായാലും പുരുഷന്മാരായാലും. അപ്പൊ ഇന്ന് സ്ത്രീകളുടെ എക്സ്ക്ലൂസീവായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഏതൊക്കെ അസുഖങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ കാര്യങ്ങൾ കൊണ്ട് വരാം എന്നുള്ളത്. അതിന് മുന്നോടിയായിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് ഏറ്റവും ആദ്യം ഡയറ്റ്, പിന്നെ നല്ല ഉറക്കം കിട്ടണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മുടിക്ക് മാത്രമല്ല, നമ്മുടെ വൈറ്റൽ ഓർഗൻസ്, നമ്മുടെ ഹാർട്ട്, ബ്രെയിൻ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവയെല്ലാം ശരിക്കും പ്രവർത്തിക്കുക ആണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എനർജി ഹെയറിനും കൂടി സ്പെൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഒരു തിയറി നിലവിലുണ്ട്. നമ്മൾക്ക് എന്തെങ്കിലും ഷോക്ക് ശരീരത്തിന് വരികയാണ്, ബ്ലഡ് ലോസ്, ശരീരത്തിന് ഒരു സർജറി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്ഷീണം, അതിനൊക്കെയാണ് ഈ ഷോക്ക് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഡെലിവറി കഴിയുമ്പം അതും ശരീരത്തിന് ഒരു ഷോക്കാണ്. ഇത്തരം ഷോക്ക് ശരീരത്തിന് കിട്ടുമ്പോൾ നമ്മുടെ ശരീരം നമ്മുടെ വൈറ്റൽ ഓർഗൻസിന് വേണ്ട സപ്പോർട്ട് കൊടുക്കും. ഹാർട്ടിനും ബ്രെയിനിനും ഒക്കെ സംരക്ഷണം കൊടുക്കുവാൻ ശ്രമിക്കും. അപ്പോൾ ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം മുടിക്ക് ഒരു പ്രൈമറി റോൾ ഇല്ല ശരീരത്തിൽ. 2ാം സ്ഥാനമാണ് മുടിക്ക് ശരീരം നൽകുന്നത്. വൈറ്റൽ ഓർഗൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മുടെ ശരീരം ശ്രദ്ധിക്കുന്നത്. അപ്പോഴെന്ത് സംഭവിക്കും? മുടിക്ക് വേണ്ടത്ര പരിഗണന കിട്ടില്ല. അപ്പോൾ മുടിക്ക് ഹെയർ ലോസ് സംഭവിക്കാം. ക്രമേണയാണ് ഇത് ഉണ്ടാവുക. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ ന്യൂട്രിയൻസും ബ്ലഡും അതിൻ്റെ ഫങ്ഷൻസും എല്ലാം ഒരു സ്ട്രെസ് റെസ്പോൺസിൽ എങ്ങനെയാണോ
നമ്മൾക്ക് ശരീരം പ്രതികരിക്കുന്നത് അത് തന്നെയാണ് ഈ അവസ്ഥയിലെല്ലാം ഉണ്ടാവുക. ഒരു സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു എമർജൻസി വരുന്ന സമയത്ത്, ഒരു ഏർജൻസി വരുന്ന സമയത്ത് ശരീരം അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, മാക്സിമം നമ്മുടെ ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. ശരീരത്തിൻ്റെ വൈറ്റൽ ഓർഗൻസിനെ, ബ്രെയിനിനെ, ഹാർട്ടിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ബ്ലഡ് അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യും. അങ്ങനെ ഒരു മെക്കാനിസം, അത് ഹോർമോൺസും അതുപോലെ തന്നെ നെർവസ് സിസ്റ്റവും ഒക്കെ കോർഡിനേറ്റ് ചെയ്ത് നടത്തുന്ന ഒരു റെസ്പോൺസാണ്. അപ്പോൾ ആ ഒരു റെസ്പോൺസ് എപ്പോഴും നടക്കുന്നുണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മുടെ ഹെയറിലുണ്ട്. എന്ന് വെച്ചാൽ മുടി ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഷോക്ക് ശരീരം അതിജീവിക്കുന്ന സമയത്ത് മുടിക്ക് വേണ്ടത്ര പോഷകങ്ങളും ഒന്നും കിട്ടില്ല, ഒരു പ്രൊട്ടക്ഷനും ന്യൂട്രിയൻസും കാര്യങ്ങളൊന്നും കിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് പിന്നീടാണ് ഉണ്ടാവുക. മുടി കുറച്ച് കഴിയുമ്പോൾ മുടി കൊഴിച്ചിൽ അനുഭവപ്പെടുക 6 മുതൽ 9 മാസം വരെ നിലനിൽക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരു ഡെലിവറി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു പ്രഗ്നൻസി കഴിഞ്ഞ് ഡെലിവറി വരുമല്ലോ, അപ്പോൾ ആ സമയത്ത് മാക്സിമം ന്യൂട്രീഷൻ ഉള്ള, അതായത് ഡയറ്റിൽ നല്ല ന്യൂട്രിയൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഭക്ഷണം എടുക്കുക. പിന്നെ ഇതിന് ശേഷം നിങ്ങൾക്ക് ഹെയർ ലോസ് ട്രീറ്റ്മെൻറ്റ് എടുക്കാം, അതും വളരെ നല്ലത് തന്നെയാണ്. ഹെയർ ഓയിൽ പോലുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യുക. മെഡിക്കേറ്റഡ് ഹെയർ ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് റിക്കവർ ആവാൻ സാധിക്കും. ഈ 9 മാസത്തിൻ്റെ ആവശ്യകത വരില്ല. ഒരു 2 മാസം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ ഒരു കാര്യം ഇതിൽ മനസ്സിലാക്കേണ്ടത്, ഇതുപോലെ സർജറി അതുപോലെയുള്ള ഡെലിവറിയൊക്കെ ആകുമ്പോൾ ഒരു കാര്യം ശരീരത്തിൽ നടക്കുന്നുണ്ട്. നമ്മുടെ ഡെലിവറി സമയത്ത്, പ്രഗ്നൻസി സമയത്ത് മുടിയിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവും. പലരും പറയുന്നത് കേൾക്കാം, നല്ല വളർച്ച മുടിക്ക് ആ സമയത്ത് മുൻപൊന്നും ഇല്ലാത്ത തരത്തിലുണ്ട്. അത് പ്ലാസെൻ്റൽ ഹോർമോണിൻ്റെ ആക്ടിവിറ്റി കൊണ്ടാണ് ഉണ്ടാകുന്നത്, ഹ്യൂമൻ പ്ലാസെൻ്റൽ ലാക്ടജൻ. അപ്പോൾ അത് നന്നായി മുടി വളർത്തും. പക്ഷേ ഡെലിവറി കഴിഞ്ഞാൽ പ്രൊജസ്ട്രോൺ താഴും. പ്രൊജസ്ട്രോൺ ഹോർമോണിന് നല്ല സഡൻ ഡിപ്പ് സംഭവിക്കുമ്പോൾ ഈ ഉണ്ടായ മുടി എല്ലാം കൂടെ പൊഴിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് അതിൻ്റെ ഏറ്റവും പാരമ്യത്തിലാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഉണ്ടായ മുടി തീർച്ചയായിട്ടും ഈ അവസ്ഥയിൽ പോകും. അപ്പോൾ നമ്മൾ മെഡിക്കേറ്റഡ് ഹെയർ ഓയിൽ ഉപയോഗിച്ചാലും ഇൻറ്റേർണലി മെഡിസിൻ ഉപയോഗിച്ചാലും കുറച്ച് ലോസ് എന്തായാലും ഉണ്ടാവും. പക്ഷേ ബോഡിയെ ഈ ഒരു ഹോർമോണിൻ്റെ സഡൻ ഡിപ്പ് കൊണ്ടുണ്ടായിരുന്ന ഷോക്കിൽ അതിജീവിക്കാൻ മെഡിക്കേഷൻസ് സഹായിക്കും. നല്ല ന്യൂട്രിയൻസ് റിച്ച് ആയിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുമ്പോൾ നമുക്ക് സാധ്യമാണ്. ഇത് സ്ത്രീകളിലെ ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന ഹെയർ ലോസ് തടയാൻ വളരെ നല്ലൊരു രീതിയാണ്. അപ്പോൾ ഇത് കമ്പൈൻഡ് ആയിട്ട്, അതായത് കോർഡിനേറ്റഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വരുമ്പോൾ ഈസി റിക്കവറി ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു 6 മുതൽ 9 മാസം വരെ എടുക്കും. എന്നാലും പലർക്കും അതിനുശേഷവും ഹെയർ തിന്നായി ഹെയർ ലോസ് സംഭവിക്കാറുണ്ട്. അത് പ്രോപ്പർ ന്യൂട്രീഷനും കാര്യങ്ങളൊന്നും എത്താത്തത് കൊണ്ടും പിന്നെ ആ ഒരു ഷോക്കിനെ അതിജീവിക്കുവാൻ ഒരു എഫർട്ട് ശരീരം നടത്താത്തത് കൊണ്ടുമാണ്. എല്ലാവരിലും ഒരേപോലെ ആയിരിക്കില്ല പിന്നീടുള്ള ഹെയർ ഗ്രോത്ത്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യേണ്ടത് ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക പ്രഗ്നൻസി സമയത്തും അത് കഴിഞ്ഞിട്ടും എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലരും പ്രഗ്നൻസി സമയത്ത് ഫുഡെല്ലാം കഴിക്കും, കുഞ്ഞിൻ്റെ ആരോഗ്യം എന്ന് പറഞ്ഞ്. കുഞ്ഞിൻ്റെ ആരോഗ്യം തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ അമ്മയുടെ ആരോഗ്യവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ തലമുടി ഉൾപ്പെടെ ബാക്കി ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും ഈ പോസ്റ്റ് പാർട്ടം പീരീഡിൽ, ഡെലിവറി കഴിഞ്ഞിട്ടുള്ള പീരീഡിൽ, ലാക്ടേഷൻ സമയത്തും എക്സസീവ് ഡിമാൻഡ് ശരീരത്തിൽ ന്യൂട്രിയൻസിന് ഉണ്ടാകുന്ന സമയമാണത്. നമ്മൾ പ്രഗ്നൻ്റ് അല്ലാത്തൊരു സ്ത്രീ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ എമൗണ്ടും ഡെയിലി കഴിക്കുന്ന RDA എന്ന് പറയും, RDAയും അതുപോലെ തന്നെ ലാക്ടേഷൻ പീരീഡിൽ കുഞ്ഞിന് പാല് കൊടുക്കുന്ന ഒരു അമ്മ കഴിക്കേണ്ട ഭക്ഷണത്തിൻ്റെ എമൗണ്ടും വ്യത്യസ്തമാണ്, കൂടുതലാണ്. ലാക്ടേറ്റിംഗ് വിമൻ കഴിക്കേണ്ട ന്യൂട്രിയൻസിൻ്റെ അളവ് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം. നമ്മൾ കൂടുതൽ കെയർ ഈ ഒരു 1-2 വർഷങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രോപ്പറായിട്ട് നടന്നിട്ടില്ലെങ്കിൽ അതും ഒരു ഹെയർ ലോസിന് കാരണമാവും. അതായത് എക്സസീവ് ഡിമാൻഡ് ശരീരത്തിനുണ്ട് ഈ ഒരു സമയത്തിന്, ന്യൂട്രിയൻസിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ്സ്. അപ്പം പ്രോപ്പർലി നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ, എമൗണ്ട് കുറവാണെങ്കിൽ അതും ഹെയർ ലോസിനൊരു കാരണമാവും, ഈ ഷോക്ക് കൂടാതെ, ഡെലിവറിയുടെ ഷോക്ക് കൂടാതെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ 2 കാര്യങ്ങളും മനസ്സിലാക്കി ആ സമയത്ത് പ്രോപ്പർ ന്യൂട്രീഷൻ എടുക്കണം. അപ്പോൾ നമുക്ക് ഹെയർ ലോസിന് ഒരു ഗ്രാജുവൽ റിക്കവറി ഉണ്ടാകും, പിന്നെ ന്യൂ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അത് നമ്മൾ മെഡിക്കേറ്റഡ് ഹെയർ ഓയിൽ യൂസ് ചെയ്താൽ സാധ്യമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾക്ക് ഈ ന്യൂട്രീഷൻ കൂടാതെ ഹെയർ ലോസിലേക്ക് നയിക്കുന്ന ഉറക്കമില്ലായ്മ, അങ്ങനെ സ്ട്രെസ്, ഇത്രയും കാര്യങ്ങളാണ്. അത് നമ്മൾ സ്ട്രെസ്സിനെ അഡ്രസ്സ് ചെയ്യണം,
സ്ട്രെസ്സിനെ അഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യാം. എന്താണോ സ്ട്രെസ്സിന് കാരണം അവ നമ്മൾ പ്രോസസ്സ് ചെയ്യാന്നൊരു പരിപാടിയുണ്ട്. അതായത് എന്ത് കാരണം കൊണ്ടാണോ സ്ട്രെസ് ഉള്ളത്, അത് ചിലപ്പോൾ വളരെ ചെറിയ കാര്യം തൊട്ടിട്ട് നമ്മൾ അനാവശ്യ കാര്യങ്ങൾ ചിന്തിക്കുന്നത് തൊട്ടിട്ട് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ഉണ്ടാവും, വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അവ ഒറ്റ ദിവസം കൊണ്ടല്ലെങ്കിലും നമുക്ക് പരിഹരിക്കാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ സ്ട്രെസ്സ് കൊണ്ടുള്ള പ്രശ്നം മാറുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ്സിൻ്റെ ഇമ്പാക്റ്റ് ശരീരത്തിൽ കുറയ്ക്കാൻ പ്രാണായാമ പോലുള്ള എക്സസൈസ് ചെയ്യാം. അത് കുറേശ്ശെ നമുക്ക് എഫക്റ്റീവ്, പക്ഷേ ട്രിഗർ അവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പം അത് കുറയ്ക്കാനുള്ള വഴികളും കൂടെ നമ്മൾ നോക്കണം. ഗ്രാജുവലി അതിൽ നിന്നൊരു മോചനം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരവും പതുക്കെ അതിൽ നിന്ന് റിക്കവറായിട്ട് വരും. അതുകൊണ്ട് ആ കാര്യം നമ്മൾ ഒരു സീരിയസ് പ്രശ്നമായിട്ട് കാണാതെ അത് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് റിക്കവറി ഉണ്ടാകും. ഇതിനുണ്ട് ഉറക്കത്തിൻ്റെ കാര്യം നമ്മൾ തന്നെ വിചാരിക്കണം. ഉറക്കം കുറയുകയാണെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ തേടണം. അത് ഓരോ പ്രായത്തിലും ഓരോ പോലെയാണ് നമ്മുടെ ഉറക്കം. അതുകൂടാതെ നമ്മൾ ഉറക്കമില്ലായ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ സ്ട്രെസ് ഉണ്ടാവും, സ്ട്രെസ് കുറയ്ക്കണം. അതുപോലെ എന്തെങ്കിലും അസുഖം കാരണമാണോ സ്ലീപ്ലെസ്നെസ് ഉണ്ടാവണമെന്ന് നോക്കണം, അത് കാരണം ഹെയർ ലോസ് ഉണ്ടാവണമെന്ന് നോക്കണം. ഇപ്പോൾ തൈറോയ്ഡ് ഡിസീസസ് ഉള്ളവർക്ക് ഇൻസോംനിയ, അത് ഉറക്കക്കുറവുണ്ടാവാം. ഹൈപ്പർ തൈറോയിഡിസം ഉള്ളവർക്ക് ഹൈപ്പോ ആണെങ്കിൽ വളരെയധികം ഉറങ്ങി വീഴുന്നൊരവസ്ഥയും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഹോർമോണൽ ഇംബാലൻസ് തൊട്ടിട്ട് മാനസിക സമ്മർദ്ദം വരെ ഉറക്കമില്ലായ്മയ്ക്ക് കാരണമാകാം. അപ്പോൾ അത് ഏതാണെന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് അത് പരിഹരിക്കുക. അത് പരിഹരിച്ചാൽ തന്നെ ഒരു 80% റിസൾട്ട് നിങ്ങൾക്കുണ്ടാവും. എന്ന് വെച്ചാൽ ഉറങ്ങുക എന്നുള്ളത് ബോഡിയുടെ മെറ്റബോളിസം എല്ലാം കറക്റ്റ് ചെയ്യുന്നതിന് തുല്യമല്ല, അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് ഫങ്ഷൻസ് ബ്രെയിൻ ചെയ്യുന്നത്, റിപ്പയറിങ് മെക്കാനിസം എല്ലാം ചെയ്യുന്നത് ഉറക്കത്തിലാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയുടെ മൊത്തം കോർഡിനേഷനും കൂടെ അതിൽ നടക്കുന്നുണ്ട്. ഹാർട്ടിൻ്റെ കോർഡിനേഷൻ, നെർവസ് സിസ്റ്റത്തിൻ്റെ കോർഡിനേഷൻ, മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ്മെൻറ്റ്, നമ്മുടെ മെമ്മറി, പിന്നെ ബ്രെയിനിൽ അടിഞ്ഞുകൂടുന്ന ടോക്സിൻസ്, ഇതെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ക്ലിയറായി മെറ്റബോളിസം റീസെറ്റ് സംഭവിക്കുന്നത് ഉറക്കത്തിൽ കൂടെ ആണ്. ഉറക്കം മാത്രമല്ല മെറ്റബോളിക് റീസെറ്റിന് കാരണം, വേറെയും കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മെറ്റബോളിക് റീസെറ്റ് നടക്കും. അത് ഈ വീഡിയോയുടെ ഒരു പർവ്യൂവിൽ വരുന്നതല്ലാത്തത് കൊണ്ട് ഞാനിതിൽ പറയുന്നില്ല. ഇതിൽ ഉറക്കമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്യാം. അപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ ഡയറ്റ് കറക്റ്റ് ചെയ്യുക, നമ്മളുടെ ഉറക്കം കറക്റ്റ് ചെയ്യുക, സ്ട്രെസ് കുറയ്ക്കുക. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ബാധകമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ പ്രഗ്നൻസി, ഡെലിവറി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ലാക്ടേഷൻ പീരിയഡിൽ ഉള്ള ന്യൂട്രീഷൻ നമുക്ക് എത്രത്തോളം വേണം എന്നുള്ളത്, സ്ത്രീകളിലെ ഹെയർ ലോസ്, സാധാരണ ഹെയർ ലോസിന് കാരണമാവുന്ന കാര്യങ്ങളെല്ലാം പരിഹരിക്കേണ്ടത് ഇങ്ങനെയാണ്. പിന്നെ അടുത്തത് ഹോർമോണൽ ഇംബാലൻസസ്. പുരുഷന്മാരിലും ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ജനിതകമായ കാരണങ്ങളുണ്ട്. നമുക്കറിയാലോ AGA എന്ന ഹെയർ ലോസും. AGA കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഇന്നിപ്പോൾ സ്ത്രീകളുടെ കാര്യമല്ലേ പറയുന്നത്. അപ്പോൾ നമുക്ക് സ്ത്രീകളിലെ ഹെയർ ലോസിന് ഹോർമോണൽ ഇംബാലൻസ് എങ്ങനെ കാരണമാവുമെന്ന് നോക്കാം. തൈറോയിഡ് കാരണം ഹെയർ ലോസ് വരാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഒരുപാട് പോകേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ തൈറോയിഡിന് അനുയോജ്യമായൊരു ഡയറ്റും അതിനുള്ള മെഡിക്കേഷൻസും എടുത്താൽ മതി. പിന്നെ രണ്ടാമത്തെ കാര്യം PCOS ഒരു പ്രശ്നം തന്നെയാണ് പല ആളുകൾക്കും. PCOSൻ്റെ പ്രത്യേകത, ശരീരം മുഴുവൻ രോമവളർച്ച വരാം, പക്ഷെ മുടി തിന്നാവുക, അതിന് വോള്യം കുറയുക, അതുപോലെ തന്നെ നല്ല മുടി കൊഴിച്ചിലുണ്ടാവുക. അപ്പോൾ അതാണ് PCOSൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അത് പീരിയഡ്സിനെ ബാധിക്കും, മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടാവും, ഒക്കെ നടക്കുന്നുണ്ട്. അത് ഹാർട്ടിനും അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനൊക്കെ റിസ്ക് ആണ്. PCOS കാരണം സ്ട്രോക്ക് വരാം, ഹാർട്ട് അറ്റാക്ക് വരാം, മെറ്റബോളിക് സിൻഡ്രോം വരാം, ഹൈപ്പർ ടെൻഷൻ വരാം, ഒക്കെ ഉണ്ട്. ഒരു സിൻഡ്രോം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അത് ഹെയറിലും നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഹെയർ ലോസ്, തിന്നിങ് ഓഫ് ഹെയർ, അതൊരു പ്രത്യേക ടൈപ്പ് ഹെയർ ലോസ് ആണ്. ഇപ്പോൾ പറഞ്ഞ കാറ്റഗറിയിൽ പെടാത്ത ഹെയർ ലോസ് ആണ്. അത് അതിൻ്റെ കാരണങ്ങൾ കൊണ്ട് മാത്രമല്ല, മുടിയുടെ ആ ഒരു ലുക്ക് ഉണ്ട്, അതുപോലും വ്യത്യസ്തമാണ്. നമ്മളിപ്പോൾ പറഞ്ഞ ആദ്യം പറഞ്ഞ സ്ട്രെസ്സും ന്യൂട്രീഷനും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അവ ഏത് കാറ്റഗറിയിൽ പെട്ടതാണെന്ന് അറിയാവോ? അവ പ്രത്യേകിച്ചും ഡിഫ്യൂസ് ഹെയർ ലോസ് ആണ്. നമ്മുടെ മുടി ജനറലി അവിടുന്നോ ഇവിടുന്നോ എല്ലാം മുടി കുറേശ്ശെ പോകും, പക്ഷെ അതൊരു മുടി പോയാലൊരു കുറച്ചൊരു തിന്നിങ് തോന്നുള്ളൂ, വോള്യം കുറഞ്ഞ പോലെ തോന്നും. അങ്ങനെ ഒരു അവസ്ഥയാണ് ആദ്യം പറഞ്ഞ ടീലോജൻ എഫ്ലൂവിയം. പക്ഷേ ഈ പറഞ്ഞ PCOSന് അങ്ങനെയല്ല. മുടി നമ്മുടെ ഈ ഒരു മുടി പാർട്ടീഷൻ എടുക്കുന്ന, സെൻട്രൽ പാർട്ടീഷൻ എടുക്കുന്ന ഭാഗങ്ങളിലും അതുപോലെ ഈ ഒരു സ്കാൽപ്പിൻ്റെ ടോപ്പ് പോർഷനിലുള്ള ഭാഗങ്ങളിലൊക്കെയാണ് മുടി പ്രധാനമായിട്ടും പോവുക. അപ്പോൾ PCOSൻ്റെ ഹെയർ ലോസും
വേറൊരു ടൈപ്പ് ഹെയർ ലോസ് ഉണ്ട്, ഫീമെയിൽ പാറ്റേൺ അലോപേഷ്യ, സ്ത്രീകളിലെ കഷണ്ടി. അത് രണ്ടും ഏകദേശം ഒരുപോലെയാണ് ഇതിൻ്റെ അപ്പിയറൻസിലും അതിൻ്റെ ചില കാരണങ്ങളിലും ഒക്കെ. പക്ഷെ രണ്ടും ഒരു കാറ്റഗറിയിലല്ല പെടുത്തിയിരിക്കുന്നത്, പക്ഷെ വളരെ ക്ലോസ്ലി കണക്റ്റഡ് ആണ്, വളരെ നല്ല ബന്ധമുണ്ട്. അവ PCOS ഉള്ളവരിൽ ആ ടൈപ്പ് ഹെയർ ലോസും കാണും, ആ ടൈപ്പ് ഹെയർ ലോസ് ഉള്ളവരിൽ PCOSും കാണാം, അത്രയും ബന്ധമാണ്. അപ്പോൾ ആ ഹെയർ ലോസിനെയാണ് സ്ത്രീകളിലെ ഹെയർ ലോസിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അതിന് പ്രധാന ഹേതു ഒന്ന് ജീനാണ്, രണ്ട് ഹോർമോണാണ്. ഇത് രണ്ടും കറക്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ PCOS കറക്റ്റ് ചെയ്യണം. മറ്റേ ഫീമെയിൽ പാറ്റേൺ അലോപേഷ്യയിലും PCOSുമായി ഇത്രയും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ സിംറ്റംസും സയൻസൊക്കെ കാണിക്കുന്നത് കൊണ്ട് നമുക്ക് ഏകദേശം PCOSൻ്റെ തന്നെ ഫീച്ചേഴ്സ് അതിലുണ്ടോ നോക്കണം. ഹെയർ ലോസിൽ മാത്രമല്ല അവരുടെ ശരീരത്തിലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടോ എന്നൊക്കെ നോക്കണം. അതിനുശേഷം വേണം നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കാൻ. അത് പ്രധാനമായിട്ടും മരുന്നുകളിൽ ഊന്നി തന്നെയാണ് ചെയ്യുന്നത്. ഹോമിയോപ്പത്തിക് മെഡിക്കേഷൻസ് PCOS കറക്റ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻസായ മെറ്റബോളിക് സിൻഡ്രോം, ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇവയെല്ലാം കറക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ എക്സസൈസ്, മോഡറേറ്റ് സ്ട്രെങ്ത് ട്രെയിനിങ്, എയ്റോബിക്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യണം. പിന്നെ മുടിക്ക് പ്രത്യേക മെഡിക്കേറ്റഡ് ഹെയർ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫീമെയിൽ പാറ്റേൺ അലോപേഷ്യയിലും ആ ടൈപ്പ് ഹെയർ ലോസിലും PCOS കൊണ്ടുണ്ടാവുന്ന ഹെയർ ലോസും രണ്ടും നമ്മൾ ഡീൽ ചെയ്യേണ്ടത് ഏകദേശം ഒരുപോലെ തന്നെയാണ്. ബാക്കി ഓരോ സ്ത്രീകളിലും ഉണ്ടാകുന്ന ഇൻഡിവിജ്വലൈസ്ഡ് സിംറ്റംസ് ഉണ്ടാവും. അത് ഡിമാൻഡ് ചെയ്യുന്ന പോലെയാണ് ബാക്കി ട്രീറ്റ്മെൻറ്റ് നമ്മൾ തീരുമാനിക്കുന്നത്. എന്തൊക്കെയാണ് ഈ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസ് നോക്കും. ഇപ്പോൾ കാർഡിയാക് കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, റിസ്ക് ഉണ്ടെങ്കിൽ ആ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ അഡ്രസ്സ് ചെയ്യാനുള്ള തെറാപ്പി കൊടുക്കണം. മെഡിസിൻസ് തന്നെ ആണ് പ്രധാനമായിട്ടും അതിൽ വേണ്ടത്. PCOSനും അതുപോലെ തന്നെ കോംപ്ലിക്കേഷനായിട്ട് നിൽക്കുന്ന ഹൈ കൊളസ്ട്രോൾ, തുടക്കത്തിൽ മെഡിക്കേഷൻസ് വേണ്ടി വരും, പിന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആണ് വേണ്ടി വരിക. അത് കൃത്യമായിട്ടും പാലിക്കണം, നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒന്നാണ്. അപ്പം മുടിയും നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മുടിക്ക് ഉണ്ടാകുന്ന ആഘാതവും കുറഞ്ഞു കിട്ടും, അതിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട്സ് കുറഞ്ഞു കിട്ടും. പക്ഷേ ഇവിടെ എക്സ്റ്റേണലി അതുപോലെ ഇൻറ്റേർണലി മെഡിസിൻ്റെ സപ്പോർട്ട് ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് പ്രത്യേകിച്ചും ഈ PCOS പോലുള്ള അസുഖങ്ങളിൽ ഒരു ഇമ്മീഡിയറ്റ് റിസൾട്ട്, ഇമ്മീഡിയറ്റ് എന്ന് പറയുമ്പം നെക്സ്റ്റ് ഡേ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, വിത്തിൻ എ ഫ്യൂ മന്ത്സ്, കുറച്ച് മാസങ്ങൾക്കുള്ളിൽ റിസൾട്ട് നമുക്ക് ലഭിക്കുള്ളൂ. കാരണം അത്രയും ഹോർമോണൽ ഇംബാലൻസിൻ്റെ ഇമ്പാക്റ്റ് ശരീരത്തിൽ മൊത്തമുള്ള ഒന്നാണ് PCOS. അതൊരു മെറ്റബോളിക് സിൻഡ്രോമാണ്. അതിൻ്റെ പ്രധാനമായിട്ടും സിസ്റ്റിനേക്കാളും കൂടുതലായിട്ട് ശരീരത്തെ മൊത്തം ബാധിക്കുന്ന തരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസും മെറ്റബോളിക് സിൻഡ്രോമാണെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ടും. അത് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നത്, ഹൃദയത്തിനും അതുപോലെ തന്നെ പ്രമേഹം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഈ ടൈപ്പ് ഹെയർ ലോസിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൂടാതെ നമ്മൾ ചെയ്യേണ്ടത് ന്യൂട്രീഷ്യസ് ഡയറ്റ്, PCOS ഡയറ്റ് ഫോളോ ചെയ്യണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മെഡിസിൻ്റെ ഹെൽപ്പ് എടുക്കുക എന്ന് തന്നെയാണ്. എക്സ്റ്റേണലി ഹെയർ ലോസിന് വേണ്ടിയിട്ടുള്ളതും അസുഖം നമ്മൾ കുറയ്ക്കണം. അത് ഒരു അണ്ടർലൈൻ കോസാണ്. അതിൻ്റെ പ്രധാന ഹേതു എന്താണോ അത് മാറ്റിയാൽ മാത്രമേ അത് നമുക്ക് മാനേജ് എങ്കിലും ചെയ്തു പോകുള്ളൂ. അതിൻ്റെ തീവ്രത അനുസരിച്ചിട്ട് റിസൾട്ട് കുറയും. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾ ട്രീറ്റ്മെൻറ്റിന് മുതിരുന്നതെങ്കിൽ ഒരുപാട് ചേഞ്ചസ്, സ്ട്രക്ചറൽ ചേഞ്ചസ് വന്നിട്ടുണ്ടാവും, ഹോർമോണൽ ചേഞ്ചസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് എത്ര ശതമാനം റിക്കവർ ആവും എന്നുള്ളതും അസുഖത്തിൻ്റെ തീവ്രത അനുസരിച്ചിരിക്കും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട, PCOSൻ്റെ ടൈപ്പ് ഹെയർ ലോസ് ആണെങ്കിൽ അതിൻ്റെ സൈൻസ് നമ്മുടെ മുഖത്തും കാണാം. പലർക്കും പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാം, കൊമഡോൺസ് ഉണ്ടാവാം, പ്രത്യേകതരം മുഖക്കുരുകൾ, കറുത്ത പാടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതും റിവേഴ്സ് ചെയ്യപ്പെടും നിങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത്. അപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ വ്യക്തിയാധിഷ്ഠിതമായ ചികിത്സയാണ് അതിനാവശ്യമുള്ളത്. അപ്പോൾ ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഹെയർ ലോസ്. ആദ്യം ഞാൻ പറഞ്ഞ പോലെ പ്രഗ്നൻസിക്ക് ശേഷം, ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന ഹെയർ ലോസ്, PCOS കാരണം, തൈറോയ്ഡ് കാരണം, പിന്നെ ഫീമെയിൽ പാറ്റേൺ അലോപേഷ്യ, അത് പ്രത്യേകം ഊന്നൽ കൊടുത്ത് പറയുന്ന ഒന്നാണ്. പല ആളുകളിലും അതുണ്ട്. ശരീരവണ്ണം ഇങ്ങനെയുള്ള ആളുകളിൽ വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. മുടി തിന്നായിട്ട് സ്കാൽപ്പിൽ നിന്ന് പോവുക. ഫീമെയിൽ പാറ്റേൺ അലോപേഷ്യയിലും ഈ PCOSനോട് സിമിലർ ആയിട്ടുള്ള പല ഫീച്ചേഴ്സും ഉണ്ടാകും. പക്ഷെ രണ്ടും സെയിം അല്ല. പക്ഷെ ഈ PCOS ഉള്ളവരിൽ നല്ല ഹെയർ ലോസ്, തിന്നിങ് ഉണ്ടാവും. PCOS ഉള്ളവരിൽ ഫീമെയിൽ പാറ്റേൺ അലോപേഷ്യയുടെ അതേ ഒരു പാറ്റേണിലാണ് ഇവിടുന്ന് മുടി പോവുക. പിന്നെ അവരിൽ
ഫീമെയിൽ പാറ്റേൺ അലോപേഷ്യ ഉള്ളവരിൽ PCOSന്റെ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ പലരും കണ്ടിട്ടുണ്ട്. അപ്പൊ രണ്ടും തമ്മിൽ നമ്മൾ വേർതിരിച്ചറിയാൻ ഡോക്ടർമാർക്ക് ക്രൈറ്റീരിയസ് ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇന്ന് നമുക്ക് പ്രധാന വിഷയം ഇതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണല്ലോ. അതിന്റെ ട്രീറ്റ്മെന്റ് മെത്തഡോളജി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം പ്യൂബർട്ടി ടൈമില്, കൗമാരപ്രായത്തില്, അതുപോലെ മെനോപോസ് വരുന്ന സമയത്ത്, ആർത്തവ വിരാമം സംഭവിക്കുന്ന കാലത്ത്, ഈ പ്രഗ്നൻസിയും ഇതൊക്കെ കൂടാതെ തന്നെ ആർത്തവ വിരാമം സംഭവിക്കുന്ന സമയത്തും കാലത്തും നന്നായിട്ട് ഹെയർ ലോസ് ഉണ്ടാവാം. നമ്മൾ പ്രോപ്പർ ന്യൂട്രീഷൻ എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഹെയറിലെ പല കെമിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് മെനോപോസൽ വിമനിൽ ഉണ്ടാവാം ഹെയർ ലോസ്. അത് ഹെയറിന് ഒരുപാട് ചേഞ്ചസ് വരുത്തുന്നത് കൊണ്ടാണ്. പ്രോപ്പർ ന്യൂട്രീഷൻ കിട്ടിയാലും ഹെയറിൽ പല ഹീറ്റ് കൊടുത്തും കെമിക്കൽസ് അപ്ലൈ ചെയ്തൊക്കെ ഡാമേജ് സംഭവിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സ്ത്രീകളിലെ ഹെയർ ലോസ് നമുക്ക് പരിഹരിക്കാവുന്ന ഒരു വിഷയമാണ്. സ്റ്റേ അപ്ഡേറ്റഡ് വിത്ത് മെഡി പ്രിസിഷൻ.